Time between 2007 and 2017. 2007 and 2012 11th 5-year plan ആണ് to decrease maternal mortality ratio, infant mortality rate. മാതൃമരണനിരക്കും അതുപോലെ തന്നെ ശിശുമരണനിരക്കും കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എയിമായിട്ടുണ്ട്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റും ഡിക്രീസ് ചെയ്യുക തന്നെയാണ് കേട്ടോ. കുട്ടികളുണ്ടാകുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക. ഡിക്രീസ് മാൽന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ ആൻഡ് അനീമിയ എമംഗ് വുമൺ ആൻഡ് ഗേൾ. മാൽന്യൂട്രീഷൻ ഡിക്രീസ് ചെയ്യുക. ദെൻ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക. റേസിംഗ് സെക്സ് റേഷ്യോ. ദെൻ ഫോർമുലേഷൻ ഓഫ് NACP, തേർഡ് ഫോർമുലേഷൻ ഓഫ് എയ്ഡ്സ് കൺട്രോൾ ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. 2012 തൊട്ട് 17 വരെ 12th 5-year പ്ലാനിൽ ദെൻ പ്രൊവൈഡ് സ്പെഷ്യൽ സർവീസ് ടു വൾണറബിൾ ആൻഡ് ഡിസഡ്വാൻറ്റേജ് പീപ്പിൾ. ഒഴിവാക്കപ്പെടുന്ന ആൾക്കാർ, ദുർബലരായ ആൾക്കാർക്കുള്ള സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മോണിറ്ററിങ് ഇവാലുവേഷൻ ഫോർ ദ പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ് ടു ഫോർ ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എപ്പിഡെമോളജിക്കൽ ഡിസീസസ്, മറ്റുള്ള രോഗങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് 2014 നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വരുന്നത്. ടു മീറ്റ് ദ ഹെൽത്ത് നീഡ്സ് ഓഫ് അർബൻ പുവർ, എസ്പെഷ്യലി സ്ലം ഡ്വല്ലേഴ്സ്. അതായത് അർബൻ ഏരിയയിൽ സ്ലമ്മിൽ താമസിക്കുന്ന ആൾക്കാരുടെ കെയറാണ് മെയിനായിട്ട് അവിടെ ഉദ്ദേശിച്ചത്. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, എപ്പിഡെമോളജിക്കൽ ഡിസീസസൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. 2017 നാഷണൽ ഹെൽത്ത് പോളിസി എയിം ടു ഇംപ്രൂവ് സെക്കൻഡറി ആൻഡ് ടെറിഷറി ഹെൽത്ത് കെയർ. സെക്കൻഡറി ആയിട്ടുള്ള ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ടെറിഷറി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താലൂക്ക് ഹോസ്പിറ്റൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് പ്രിപ്പറേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ പോളിസീസ്. അതിൽ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കീ ഡ്രൈവേഴ്സ്. മെയിനായിട്ട് പബ്ലിക് ഹെൽത്ത് പോളിസീസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്ക് ഡീറ്റെയിൽസ് ആണ്, അവിടുത്തെ ആൾക്കാരുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. എപ്പിഡെമോളജിക്കലായിട്ടുള്ള ഡിസീസ് എന്തൊക്കെയാണെന്ന് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡിസീസ് കണ്ടുപിടിക്കാം. ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള പ്രിപ്പയർനെസ് ചെയ്യുക. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക. എഡ്യൂക്കേഷൻ കൊടുക്കുക. ടെക്നോളജി ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പാർട്ട്ണർഷിപ്പ്, കൊയിലേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഇമ്പ്രൂവ് ദ പ്രിപ്പയർനെസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക. കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ഹെൽത്ത് പോളിസിയിലൂടെ നമുക്ക് അവർക്ക് മാക്സിമം ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ് ഈസ് കോൺഷ്യസ് ഓഫ് ദ നീഡ് ഫോർ ഡൈനാമിക് ഹെൽത്ത് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് ഗവൺമെൻറ് കുറച്ചുകൂടി കോൺഷ്യസ് ആവുന്നത് ആ കാലഘട്ടത്തിലാണ്, 14 കാലഘട്ടത്തിലാണ്. ഇന്നോവേറ്റീവ് ഹെൽത്ത് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നീഡ് ഫോർ അവർ. ആ മണിക്കൂറിന് ആ സമയത്തൊക്കെയാണ് നമ്മൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് മിനിസ്ട്രി. ഒരു ഹെൽത്ത് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ, ഹെൽത്ത് പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യാനാണ് തുടങ്ങി. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ടു ഇംപ്ലിമെൻറ്റ് വേരിയസ് സോഷ്യോ എക്കണോമിക് സെറ്റിംഗ്സ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇൻക്രീസിംഗ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, മോർ ഹോസ്പിറ്റൽ, ഔട്ട്ഡോർ മെഡിക്കൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. അവിടെ നമ്മൾ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുകയാണ് ചെയ്തത്. ഹോസ്പിറ്റൽസ് കൂട്ടി, മെഡിക്കൽ ഫെസിലിറ്റീസ് കൂട്ടി, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കൂട്ടി. അതേപോലെ തന്നെ എഫിഷ്യൻറ്റ് ഡോക്ടേഴ്സ് ആസ് നഴ്സസ്, സ്റ്റാൻഡേർഡ് ഓഫ് പേഷ്യൻറ്റ് കെയറിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനും നഴ്സസിനൊക്കെ എണ്ണം കൂട്ടി. മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള നഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയൊക്കെ എണ്ണം കൂട്ടാം. ഫാമിലി മെഡിസിൻ, എസ്റ്റാബ്ലിഷിംഗ് മോർ പേഴ്സണൽ ഫോർ ഫാമിലി ഹെൽത്ത് കെയർ. ഫാമിലി ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഫാമിലി ഡോക്ടറൊക്കെ ആയിട്ട് കുറേ സ്റ്റാഫിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. ലോ കോസ്റ്റ് ഡ്രഗ്സ് ആൻഡ് വാക്സിൻസ്. പോസിബിൾ ഗ്ലോബലൈസേഷനൊക്കെ ഹൈ കോസ്റ്റ് ഈടാക്കുന്ന പല മെഡിസിൻസിനും ഡ്രഗ്സിനൊക്കെ ഒരു ലോ കോസ്റ്റ് ഡ്രഗ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു. ഹെൽത്ത് റിസർച്ചിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഇന്നോവേഷൻ സ്പെഷ്യലൈസ്ഡ് സർവീസ് തുടങ്ങി. ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ നീഡ്സ് ടു കളക്റ്റഡ് ആൻഡ് ഓർഡർ ട്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഡിസീസസ്, വുമൻസ് ഹെൽത്ത്, അഡ്വക്കേറ്റ് ആക്സസ് ടു പബ്ലിക് ഹെൽത്തിന് വേണ്ടി. പിന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഓർഗനൈസ്ഡ് ഹെൽത്ത് മിനിസ്ട്രി, അതിൽ കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ വെക്ടർ ബോർഡ് ഡിസീസസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഹെൽത്ത് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ റെപ്രസീവ് ഇറാഡിക്കേഷൻ, നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോൾ ബൈൻഡ്നസ്, നാഷണൽ ഫൈലാറിസിസ് പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്, അങ്ങനെയുള്ള ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാംസ് തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ വരുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഡിവിഷൻ ഓഫ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ആൻഡ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു.